73 വിഭാഗമായി പിളരും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ. 72 മലവലാദികളാണ്, നരകത്തിന്റെ റൂട്ട് സ്വീകരിച്ചവരാണ്. എങ്കിൽ ഒരു മില്ലത്ത് സ്വർഗത്തിലേക്കാണ്. മാനാലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിൽ ജീവിച്ചോ ആ നിലപാടുകാര്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സംഘം ഇവിടെ ഉണ്ടാകും. ഒന്നടങ്കം ശിർക്കിലേക്ക് പോവില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരില്ല, ശിർക്കിന് ഭയപ്പെടേണ്ടതില്ല എന്ന ഈ ഹദീസിന്റെ അർത്ഥത്തിൽ മാറ്റമുണ്ടാക്കി ഈ ഉമ്മത്തിന് അങ്ങനെ ഒരു ധ്വനി ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരൊറ്റപ്പാളയത്തിൽ 2 മുസ്ലിയാക്കന്മാര് 2 രൂപത്തിലാ പറഞ്ഞത്. ഒരു മുസ്ലിയാർ പറഞ്ഞു ശിർക്കിന് ഭയപ്പെടേണ്ടതില്ല, മറ്റൊരു മുസ്ലിയാർ പറഞ്ഞു ഒന്നടങ്കം മുസ്ലിം സമുദായം ശിർക്കിലേക്ക് പോകൂല. അപ്പൊ ശിർക്കിലേക്ക് പോകും. ഇനി കേരളക്കരയിൽ മുസ്ലിം സമുദായം ശിർക്കിലേക്ക് പോയിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം ആരോപിക്കുകയാണെന്നാ പറഞ്ഞത്, അല്ല, വസ്തുത പറഞ്ഞതാണ്. ശിർക്കാരോപണം നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നജീബ് മുസ്ലിയാർ സംസ്ഥാന സുന്നില്ലല്ലോ, ഞാനാണ് ഏറ്റവും വലിയ സുന്നി പറഞ്ഞിട്ട് കടന്നു വന്ന ആ സംസ്ഥാന സുന്നിന്റെ നേതാവ് ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ശിർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കുക എങ്കിൽ യഥാർത്ഥത്തിൽ വിമർശനം നിർത്താന്നാ പറഞ്ഞത്. ആരോപണം നിർത്താനല്ല, വിമർശനം നിർത്താം. കാരണം ശിർക്ക് ഇവിടെ ഉണ്ട്, പൂത്തുലക്കുന്നുണ്ട്. പച്ചയായ ശിർക്ക് പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചിട്ടുണ്ട്. അത് രൂപീകരിച്ച കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ തെളിയിച്ചതുമാണ്, വസ്തുനിഷ്ഠമായി പരാമർശിച്ചതുമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ അന്ധവിശ്വാസത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് തൗഹീദിലേക്ക്, ഇസ്ലാമിന്റെ പ്രഭയിലേക്ക് ഈ സമുദായത്തിൽ ആളുകൾ കടന്നു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ വസ്തുനിഷ്ഠമായ പരാമർശം ആരോപണമാണെന്ന് പറയുന്ന ആളുകൾക്ക് വ്യക്തമായി മൂന്നാമതൊരു മുസ്ലിയാരുടെ വാക്കിലൂടെ നമ്മൾ മറുപടി കൊടുക്കുകയാണ്. റഹ്മത്തുള്ളാഹി കാസിമി മൂത്തേടം എന്ന് പറഞ്ഞ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടറായി കേരളക്കരയിൽ ഓടി നടക്കുന്ന മുസ്ലിയാർ, ആ മുസ്ലിയാര് കാസിമി പട്ടമെടുത്ത് കേരളക്കരയിലേക്ക് വന്നപ്പോ ബറേലവിയേക്കാൾ മോശമായ ഖബറാരാധകരും കുബൂരികളും ഇവിടെ ഉണ്ട്. തന്റെ സമുദായത്തിൽ തന്റെ പാർട്ടിയിൽ തന്നെ ഇതുണ്ടെങ്കിൽ അവർക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കുവാൻ ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു പരിഷ്കാരിയായി നിലനിൽക്കട്ടെ എന്ന് സാധു ആദ്യ കാലഘട്ടത്തിൽ നിയ്യത്ത് വെച്ചു. അങ്ങനെ ഫസ്റ്റ് റമദാൻ വയലിൽ തന്നെ ശിർക്കിനെതിരെ ശക്തമായ വയല്. പിന്നത്തെ റമദാനിലെ വയല് കണ്ടില്ല. കാരണം എന്താ? അതിന്റെ ഉള്ളിൽ നിന്നിട്ട് അന്ധവിശ്വാസത്തിനെതിരെ സംസാരിച്ചാൽ പുറത്തുനിന്ന് പോരേണ്ടി വരും. ഈ പ്ലാറ്റ്ഫോം കയറിയിട്ട് അത് ശക്തമായി പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞു, ആ സത്യം വെളിപ്പെട്ടു. മുജാഹിദുകൾ ആരോപിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ ഇവിടെ ശിർക്കുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ട്, ലാ ഇലാഹയിൽ നിന്ന് അകന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വൽയകുൻ ഫീഹി മാ യകൂൻ, അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. ഇങ്ങനെ എല്ലാ വർഷവും റമദാൻ ക്ലാസ്സിന് ആള് കൂടണം എന്ന നിർബന്ധം എനിക്കില്ല. കൂടിയവരോട് സത്യം തുറന്നു പറയണമെന്നാണ്. പക്ഷെ അത് പിന്നീട് കണ്ടില്ല. പിന്നത്തെ റമദാൻ ക്ലാസ്സിൽ ആരംഭിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെയും മഹാത്മാക്കളായ ഔലിയാക്കളെയും ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന ഹംദും സലാത്തും ചൊല്ലി ഉടനെ മുസ്ലിയാർ പറഞ്ഞത്. അവളോടുകൂടി എടുത്ത പണിയെല്ലാം ബാത്തിലായി. അപ്പൊ സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തനതായ ആദർശത്തിന്റെ താല്പര്യത്തിൽ നിന്ന് അകന്നിട്ടുണ്ട് എന്നത് ആരോപണമായിരുന്നില്ല,
വസ്തുതയായിരുന്നു. കേരളക്കരയില് മുജാഹിദ് പ്രസ്ഥാനം വ്യക്തമായി തൗഹീദിന്റെ ആയത്തുകൾ ഓതി പ്രവാചകൻ ജാഹിലിയത്തിൽ നടത്തിയ ദഅവത്ത് നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ദുആ ചെയ്യേണ്ട മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളിലുള്ളവരോട് ഒക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരോട്, അള്ളാഹുവിനോട് മാത്രമായി ചോദിക്കേണ്ട കാര്യങ്ങൾ സങ്കടം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഖേദകരമായ അവസ്ഥ നമ്മൾ ഇവിടെ കാണുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകള് ഈ സമൂഹത്തിലേക്ക് തൗഹീദുമായി കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ സമൂഹത്തിന് ഓതിക്കൊടുത്ത അതേ ആയത്തുകൾ തന്നെ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് മുജാഹിദുകൾക്ക് ഓതിക്കൊടുക്കേണ്ടി വന്നു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പ് പോലെ സംവിധാനിച്ചു തന്നവനാണ്, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവനാണ്, കാർമേഘക്കീറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ വർഷിപ്പിച്ചു തന്നവനാണ്, അതുമൂലം നിങ്ങൾക്ക് ഉപജീവനം തന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ആസ്വാദനങ്ങളുണ്ടോ അതെല്ലാം ഉപരിലോകത്ത് നിന്ന് ആ ദാതാവ് വഴി ഇറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെയല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ദുആ ചെയ്യരുത്. അവനോട് മാത്രം നൽകുന്ന ഇബാദത്തുകളിൽ നിങ്ങൾ ഒരാളെയും പങ്കുചേർക്കരുത്. ഇത് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ജനവിഭാഗം ആരാ? അല്ലാഹു തആല ഇല്ല എന്ന് പറഞ്ഞവരല്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നത് റബ്ബല്ല, മറ്റു പല സൃഷ്ടികളുമാണ് എന്ന് പറഞ്ഞവരല്ല. അതുപോലെ തന്നെ ഞങ്ങളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹു മാത്രമല്ല, വേറെയും റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചവരോടല്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളില്, സഹോദരങ്ങളെ, മക്കയിലുണ്ടായിരുന്ന മനുഷ്യന്മാരില് ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരീശ്വര വാദം പറഞ്ഞിട്ടുള്ളത്. ഇമാം റാസിയെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ പറഞ്ഞതോ ലോകത്തു തന്നെ 2% ആളുകളെ അത്തരത്തിൽ അള്ളയില്ല, അല്ലെങ്കിൽ അള്ളാഹു തആലക്ക് പുറമെ വേറെയും സൃഷ്ടാക്കളുണ്ട് എന്ന് വാദിച്ചവര്. എന്നാൽ ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധികം ആളുകളും അല്ലാഹു തആലയില് ശിർക്ക് ചെയ്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്, അഥവാ അവനിൽ പങ്കു ചേർത്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട് ആകാശത്ത് നിങ്ങൾക്ക് മഴ തരുന്നവനാരാ? ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നവനാരാ? ആകാശത്തെ നിയന്ത്രിക്കുന്നവനാരാ? നിർജീവമായ ഭൂമിയിൽ ജീവൻ ഉണ്ടാക്കുന്നവരാരാ എന്നൊക്കെ ചോദിച്ചാൽ അവര് അല്ലാഹു തആല തന്നെയാണ് മുഹമ്മദ് എന്ന് പറയും. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസം എന്തായിരുന്നു? അതും ഖുർആൻ പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്തമനാത്ത ഹുബുൽ ഉസ്സ പോലെയുള്ള അല്ലാഹു തആല ഖുർആനിൽ തന്നെ പേരെടുത്ത് പറഞ്ഞ മഹാവ്യക്തിത്വങ്ങളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അല്ലാഹ്ക്ക് മാത്രമായി നൽകേണ്ട പ്രാർത്ഥനകളും നേർച്ചകളും സുജൂദുകളും അതുപോലെ തന്നെയുള്ള അർപ്പണങ്ങൾ നിങ്ങൾ എന്തിനാ നൽകുന്നത് എന്നവരോട് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താണ്? ഇവരൊക്കെ അല്ലാഹു ആണെന്നോ, ഇവരൊക്കെ അല്ലാഹനെ പോലെ തനതായ കൈവുള്ളവരാണെന്നോ എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല മുഹമ്മദെ ഞങ്ങൾ തേടുന്നത്, മറിച്ച് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ശുപാർശകന്മാരായിട്ടാണ്. അപ്പൊ അവരുടെ വിശ്വാസം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്ക് അടുക്കുവാനുള്ള മധ്യവർത്തികളാണ് ഇവര്. അല്ലാഹു തആല കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങളെ ഇവര് സഹായിക്കുന്നത്. ഈ വിശ്വാസമാണ് സഹോദരങ്ങളെ ഇന്ന് കെട്ടിയുയർത്തപ്പെട്ട ഒരു ഖബറിൽ നിന്ന് ആ ഖബറാളിയോട് തേടിക്കൊണ്ട് കരഞ്ഞു വരുന്ന ഒരു ഉമ്മാമയെ വിളിക്ക് നിങ്ങള്, ഒരു ഇക്കാക്കയെ വിളിക്ക് നിങ്ങള്, ഒരു സഹോദരനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്ക്, എന്തിനാണ് നിങ്ങള് അംറ മഖാമിൽ വരുന്നത്? നിങ്ങൾ എന്തിനാ ഓച്ചുറപ്പാപ്പാനോട് തേടിയിട്ട് വരുന്നത്? അപ്പൊ പറയും, ആനെ അല്ലാഹു തആലയിലേക്ക് അടുത്ത വലിയ വലിയ മഹാന്മാരാണ് ഓലൊക്കെ, അല്ലാതെ ഓലൊക്കെ പടച്ചോന്മാരാണെന്ന വിശ്വാസം നമുക്കില്ല.
ഓലിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താ, നമ്മുടെ ആഗ്രഹങ്ങളും വേവലാതികളൊക്കെ അവരോട് പറഞ്ഞാൽ അവർ അള്ളാഹിനോട് പറയും. അങ്ങനെ നമുക്ക് ഇഹലോകത്ത് നമ്മുടെ മുറാദുകൾ ഹാസിലാകും, പരലോകത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ സ്വർഗത്തിലെത്താം. സഹോദര, മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഇത് തൗഹീദും ഇസ്ലാം സ്വീകരിക്കാതെ ഇതേ പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ അവൻ മുശ്രിക്കും, അതുകൊണ്ട് അവൻ നരകത്തിലേക്കും. ഇങ്ങനെ ഒരു പക്ഷപാതിത്വം പടച്ചോണ്ടാക്കൂ. മുസ്ലിം ചെയ്താലും പിന്നെ അമുസ്ലിം ചെയ്താലും ഇസ്ലാമിലില്ലാത്തതാണെങ്കിൽ, ഇസ്ലാം പിന്നെ ഹറാമാണ് ശിർക്കാണെന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ അത് ചെയ്താൽ ആര് ചെയ്താലും അതിന്റെ കുറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കൊണ്ട് അവരുടെ തൽബിയത്ത് നമുക്ക് ബോധ്യമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ. പിന്നെ എന്താ അവര് ഹജ്ജിന് വരുമ്പോ ചൊല്ലിയ തൽബിയത്ത്? നിന്റെ വിളി കേട്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു ഈ കാബത്തിന്റെ മുറ്റത്ത്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല റബ്ബേ. അതുവരെ അവര് ചൊല്ലി അവസാനിപ്പിക്കായിരുന്നെങ്കിൽ അത് ആ വിശ്വാസം യഥാർത്ഥത്തില് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആകേണ്ട പണിയുള്ളൂ. പക്ഷെ അവിടെ നിന്നില്ല അവരുടെ വിശ്വാസം. അവിടുന്ന് പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവലക് തംലികുഹു വമാ മലക്, ഒരു പങ്കുകാരൻ ഒഴികെ. ആ പങ്കുകാരൻ സ്വതന്ത്രരല്ല, സ്വയം കഴിവുള്ളവരല്ല, സ്വമതീയത്തുള്ളവരല്ല. നീ കൊടുത്ത കഴിവിൽ ഞങ്ങളെ സഹായിക്കുന്നവരാണ്. അപ്പൊ റബ്ബ് നൽകിയ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന അള്ളാഹുവെ നിന്നിലേക്ക് അടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നീ ആദരിക്കപ്പെട്ട മഹാത്മാക്കളെയാ ഞങ്ങൾ വിളിക്കുന്നത്. ഈ ഗണത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് മുസ്ലിം സമുദായത്തെ ഉൾപ്പെടുത്തി അബൂജഹലും ഉത്ബത്തും ഷൈബത്തും പോലെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ ഏതൊരു വികല വിശ്വാസത്തിലേക്കാണോ പോയത്, ആ വിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയാത്ത വാദം പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിൽ പച്ചയായ ശിർക്ക് കടന്നു വന്നു. അഥവാ 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചല്ലോ എന്ന് ലാത്തയും ഉസ്സയും ഈ സമുദായത്തിൽ ആരാധിക്കപ്പെടും, കല്ലുകൾ ആരാധിക്കപ്പെടും, മുശ്രിക്കുകളോട് സാമ്യപ്പെടും. അത് സ്വദഖ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വഹീനാലായതുകൊണ്ട് സത്യമായി പുലർന്നിരിക്കുകയാണ്. ഇസുദ്ദീൻ കാമിൽ സഖാഫി എന്ന ഈ കൊല്ലം ജില്ലയിലെ ഇവിടുത്തെ പിന്നെ നമുക്കറിയാം, ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള കൊല്ലം ജില്ലയിലെ ഇസുദ്ദീൻ കാമിൽ സഖാഫി എന്ന സഖാഫിയോട് ഒരു മുജാഹിദ് ഇവരുടെ വിശ്വാസ വൈകല്യത്തിന്റെ ഗാംഭീര്യം, ആഴം, അപകടം മനസ്സിലാകാൻ തിരിച്ചും മറിച്ചും ചോദിച്ചു. അതിലൊരു ചോദ്യത്തിന് സഖാഫി ഉത്തരം മുട്ടി പറഞ്ഞു കൊടുക്കുന്ന അപകടകരമായ ശിർക്കിന്റെ ഫത്വ ഒന്ന് നിങ്ങൾ കേൾക്കുക. ലാത്ത മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അഥവാ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. സൂറത്ത് നജ്മിന്റെ വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 16ാമത്തെ വാള്യത്തിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. റിജാലിൻ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിമല്ല, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജർ അസ്ഖലാനി അവിടെ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായൊരു അഭിപ്രായമാണ്. അഥവാ 3 അഭിപ്രായം കീല, ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒന്ന്, വിഗ്രഹത്തിന്റെ പേരാണ് അസ്നാമി, വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹ്യങ്ങളുണ്ട്, ആ സാലിഹ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്.
ആയിക്കോട്ടെ, അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനെ ഒരു വലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ വലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ വലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഥ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നു. ഇവിടുത്തെ മുസ്ലിമീങ്ങളായ നാം ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു. ഞാൻ ഈസാ നബിയോട് സഹായം ചോദിക്കുന്നു. ഓ ഈസാ നബിയെ, നബിയുല്ലാഹി ഈസാ, യാ നബിയുല്ലാഹി ഈസാ, ഓ ഈസാ നബി അലൈഹിസ്സലാം ആകുന്ന അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ധർമ്മമുള്ളതാണ്, അതെനിക്ക് ബാധ്യതയുള്ളതാണ്. ആ ചോദ്യം കൊണ്ട് ഞാൻ കുഫ്റാകുന്നില്ല, ഞാൻ ശിർക്കാകുന്നില്ല. ഞാൻ ഒന്നാം നമ്പർ ഇസ്തിഗാഥയും ഇസ്തിആനത്തുമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കർത്താവായ യേശു എന്നും ദൈവപുത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല, അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നവന്റെ വിശ്വാസവും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ യാ നബി അല്ലാഹി ഈസാ, അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയെ ഇവിടുത്തെ ഇതര സഹോദര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രിയായും മാതാവായ ദൈവമെന്നുമൊക്കെ അവർ പറയുന്നു. അങ്ങനെ ദൈവീക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ദുരൂപത്തിൽ വിളിച്ചാൽ ആ വിളി ശിർക്കാണ്. നേരെ മറിച്ച് യാ വലിയത്തല്ലാഹി മറിയം, ഓ അല്ലാഹുവിന്റെ വലിയത്തായ മറിയം ബീവിയെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വിളിച്ചാൽ അതെനിക്ക് ഇസ്തിഗാഥയാണ്, അതെന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ്. ഇതുപോലെ ലാത്ത വലിയുല്ലാഹി എന്ന ഖൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ വലി എന്ന മഹാത്മാവെന്ന ഖൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ലേ ഇല്ല. കണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നാണ് ഈ മഹാത്മാക്കൾ നമ്മെ സഹായിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാത്മാക്കളായ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ഖന്ദഖീങ്ങൾ, അതുപോലെ അംബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, മരിച്ച ഈസ നബിയോടും മറിയം ബീവിയോടും അതുപോലെ തന്നെ ഉള്ള ഏത് ആളുകളോടും ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള എല്ലാവരോടും ചോദിക്കാം. അടിസ്ഥാനം എന്താണ്? സ്വമതീയത്ത് കൽപ്പിക്കാൻ പാടില്ല. ഈ അടിസ്ഥാനത്തില് അബൂജഹലെങ്ങാനും കേരളത്തിൽ വരികയാണെങ്കിൽ സഹോദരങ്ങളെ ഇവർ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആരോപണമല്ലല്ലോ. കാരണം അബൂജഹലും വിശ്വസിച്ചത് ഇതേ വിശ്വാസമാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ബദരീങ്ങളായ 313നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നാമാവശേഷമാക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്ന അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്തത് ആരോടാണ്? ഹദീസുകൾ പരിശോധിക്ക്. അള്ളാഹുവിലേക്കാണ്, റബ്ബിന്റെ ദർബാറിലേക്കാണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചത്. അല്ലേ? മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സ പാട്ടിൽ എത്ര മധുരമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നയന ഹക്കൊടി ബാത്തുൽ രണ്ടിലെ ഇതയിൽ പീരിത്തരുളിടുന്നി ഇണ്ടുദിനം തനിലെ നമ തിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോ അവരാരുനക്കറിയാം അവർകളെ ഇതയിൽ പീരിത്ത് ഖലാസിയ താക്കിടു നീ പരനേ പരനെ രണ്ടാലൊരു ദീനിനെ പൊരിശയാക്കിടു ദായിമിൽ കാത്തികൊൾ ഫത്താഹേ താമസിച്ചിട ദുത്തിരമേക്ഷണമിൽ. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിലേക്ക് കഅബാലയത്തിന്റെ മുറ്റത്ത് വന്ന് ദുആ ചെയ്യുകയാണ്. ഇടയിൽ ഇബ്രാഹിം നബിയില്ല, ഇസ്മായിൽ നബിയില്ല. ഇവിടെ പിന്നെ അങ്ങനെ ദുആ ചെയ്തിട്ട് എന്തുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ ദുആ അല്ലാഹു തആലയോട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അബൂജഹൽ ദുആ ചെയ്യുമ്പോഴും അബൂജഹലിന്റെ വിശ്വാസം എന്താണ്? അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹുവിനോടും ദുആ ചെയ്യാം. മരണപ്പെട്ടു പോയ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയോടും ദുആ ചെയ്യാം. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജയ്യമായ തൗഹീദ് അവിടെ വിജയിച്ചു. അല്ലാഹു തആലക്ക് പുറമെ മരിച്ചുപോയ മഹാത്മാക്കളെയും ഇടയിൽ വിളിച്ച് ചോദിക്കാം അവര് പിന്നെ എന്ന വികലമായ വിശ്വാസം അവിടെ പരാജയപ്പെട്ടു. അപ്പൊ അബൂജഹൽ അടങ്ങുന്ന ലോകത്തുള്ള മുശ്രിക്കുകൾ ആർക്കും സ്വയം കഴിവുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വ്യക്തികൾക്ക് എന്ന വിശ്വാസമില്ല.
ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയും മറിയം ബീവിയെ പറ്റിയും ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മുസ്ലിം ആ വിശ്വാസമില്ലാതെ ദുആ ചെയ്താൽ പോലും അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമാണ് എന്ന് ഈ രൂപത്തിൽ പച്ചയായി പറയുമ്പോൾ ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ് ഈ പുരോഹിതന്മാർക്കുള്ളത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ 20-21 ആയത്ത് മറിച്ചു നോക്ക്. അല്ലാഹു തആല പറയുന്നു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതൻ വഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അള്ളാഹുവിനെ കൂടാതെ അവരെ ആരാധിച്ചു വരുന്ന ആളുകൾ, റബ്ബിന് പുറമെ ഇബാദത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ യാതൊരു തരത്തിലുള്ള വസ്തുവിനെയും പടച്ചിട്ടില്ല. അവര് പടപ്പുകളാണ്, അവര് സൃഷ്ടാക്കളല്ല, മറിച്ച് അവര് സൃഷ്ടികളാണ്. മാത്രമല്ല അംവാത്തുൻ, അവര് മരിച്ചവരാണ് കൂട്ടരെ. വൈറഹ്യായിൻ, അവർ ജീവിച്ചവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് അവരുടെ ഖബർസ്ഥാനിൽ നിന്ന്, സെമിത്തേരിയിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന് അവർ ഉയർത്തിനേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്തവരാണ്. അത്ര വ്യക്തമായി ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെയുള്ള ഫത്വകൾ കൊടുക്കുവാൻ ഈ സഖാഫി കൂട്ടങ്ങൾ, ഈ ഖുബൂരി പുരോഹിതന്മാർ നിർബന്ധിതരായത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ ഉമ്മത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ഇവർ ജീവിക്കുന്നു. അതിന് ആധാരമായി വർത്തിച്ച വസ്തുത മാലകളും മൗലിദുകളുമാണ്. ആ മൗലിദ് കിതാബുകൾ ഷിയാക്കളിലൂടെ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് അന്ധവിശ്വാസം കെട്ടിക്കൊണ്ടുവന്ന ഈ ഷിയായിസത്തിന്റെ ചിന്താധാരകളാണ്. മൗലിദുകളിലൂടെ ഇവര് തലയണക്ക് മുകളിൽ വെള്ള തുണിയിട്ട് അതിന് മുകളിൽ മൗലിദ് കിതാബുകൾ നിവർത്തിവെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഇവര് അല്ലാഹുവിന്റെ റസൂലിനെയും ബദരീങ്ങളെയും അതുപോലെ മഹാന്മാരായ സ്വാലിഹീങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. പച്ചയായ ശിർക്ക് ഈ സമുദായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കുൽ പറയൂ നബിയേ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അതിൽ ഞാൻ ഒരാളെയും പങ്കുവെക്കുകയില്ല എന്ന് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന് മാത്രം നൽകണം എന്ന് പറഞ്ഞ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ശിർക്ക് എന്ന് പറഞ്ഞ ഇബാദത്ത് തന്നെയാണ് സഹോദര ഇന്ന് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയ വ്യാഖ്യാനം പറഞ്ഞിട്ട് പറയുകയാണെന്ത്? ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നൽകാൻ പാടില്ല. ഫലാ തദഉ മഅല്ലാഹി അഹദാ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന് മഹാത്മാക്കൾ ഞങ്ങളെ സഹായിക്കുന്നതാണ്. ആ വിശ്വാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിആസ, ഇസ്തിശ്ഫാ അത് ശിർക്കല്ല. ഇങ്ങനെ നിങ്ങളുടെ വകയായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പൂർവികരാരും പറയാത്തൊരു വ്യാഖ്യാനം പറഞ്ഞ് അല്ലാഹുവോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആ സ്വഹാബത്തോ താബിഈങ്ങളോ ചെയ്യാത്ത ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുകയും എന്നിട്ട് അതിന് പുതിയ ഫത്വ കൊടുക്കുകയും ചെയ്താൽ അത് മുസ്ലിം സമുദായത്തിന് സ്വീകാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ പ്രാർത്ഥനകളും റബ്ബനാ റബ്ബി അല്ലാഹുമ്മ എന്നല്ലാതെ ഒരിക്കലും റസൂലിനെ വിളിച്ചുകൊണ്ടോ മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടോ ഏതെങ്കിലും സ്വാലിഹീങ്ങളെ വിളിച്ചുകൊണ്ടോ ഒരിക്കലും ഒരു പ്രാർത്ഥന, ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റബ്ബിനോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ വേദനകളും ആവലാദികളും ബുദ്ധിമുട്ടുകളും അള്ളാഹിനോടാണ് നമ്മൾ പറയേണ്ടത്. റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം ജീവിച്ചിരിക്കുന്ന ഒരു പടപ്പിനോടാകട്ടെ ചോദിക്കാൻ പാടില്ല, മരണപ്പെട്ടവരോടാകട്ടെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല, ജിന്നിനോടും മലക്കിനോടും അതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിയോടും ശക്തിയോടും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വാദം ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അത് കടലിലായാലും കരയിലായാലും ചുരത്തിലായാലും വിജനപ്രദേശത്തായാലും യാ അല്ലാ എന്നാണ് വിളിക്കേണ്ടത്, അല്ലാതെ മഞ്ചരിയോ എന്നല്ല വിളിക്കേണ്ടത്, അല്ലാഹുവാണ് വിളിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കുന്ന മുജാഹിദുകൾ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു എന്ന ഏറ്റവും വലിയ നുണപ്രചരണം ആരൊക്കെ നടത്തിയാലും അതൊരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശ പ്രതിബദ്ധതയുള്ള ഒരുത്തന്റെ ഹൃദയത്തിലേക്കും അത് സ്വാധീനം ചെലുത്തുകയില്ല എന്ന ബോധം ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളുമായി സമൂഹത്തില് ഓടി നടക്കുന്ന ആദർശ വൈരികൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി പറയുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇവിടെ മുസ്ലിം സമുദായത്തിൽ അരങ്ങേറിയ പച്ചയായ ശിർക്ക് നമുക്ക് കാണാവുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട സകല കാര്യങ്ങളും ഈ മുസ്ലിയാക്കന്മാർ ചോദിക്കുന്ന രണ്ട് രംഗം നിങ്ങളൊന്ന് കാണുക. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ഇതിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള് അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അള്ളാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തല തങ്ങള്, ഞങ്ങളെ അവിടത്തേക്ക് ഞങ്ങളെ കറുത്ത് ഉയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്‌ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ. ഈ പച്ചയായ ശിർക്ക് ഇവിടെ കേരളത്ത് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഈ സമൂഹത്തിന് രോഗം മനസ്സിലാക്കി ചികിത്സിക്കുവാനുള്ള ഏക പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ മുജാഹിദ് പ്രസ്ഥാനം ഈ ദഅവത്ത് നിർത്തിവെച്ച് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഇന്നുവരെ ഒരു മുജാഹിദും ജിന്നിനെയും മലക്കിനെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. എന്നിട്ട് അവരോട് ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്തോതുക, വലാ തദഊഹും അല്ലാഹി അഹദ എന്ന ആയത്തോതുകയാണ്. ഇവിടെ പച്ചക്ക് കല്ലിനെയും മരവള്ളികളെയും അമ്പിയാക്കളെയും അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ ചോദിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പൂത്തുലഞ്ഞ ശിർക്ക് ഇവിടെ ഉണ്ടാകുമ്പോ അതൊന്നും നടത്താതെ യഥാർത്ഥത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടവരുടെ നേരെ ഇങ്ങനെ ശിർക്കാരോപണം നടത്തി ആയത്തോതിയിട്ട് എന്ത് കാര്യമുള്ളത്? എന്ത് കാര്യമാവുള്ളത്? സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിം സമുദായത്തിലെ സമസ്തയിൽപ്പെട്ട ഏതൊരു സുഹൃത്തിനോടും നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതുന്നില്ലേ? ഉണ്ട്. അത് ബിദ്അത്തായ ഒരു പ്രവർത്തനാണല്ലോ. അപ്പൊ അവൻ ഇല്ല, ഞങ്ങൾ ഖുനൂത്ത് ഓതുന്നില്ല, അവരെ സുബ്ഹിക്ക് ഓതുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മദിനം ആഘോഷിക്കുന്നില്ലേ? നിഷേധിക്കാൻ പറ്റൂല, ഉണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ ആണ്ട് കൊണ്ടാടുന്നില്ലേ? ഉണ്ട് എന്ന് പറയും. അതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ സ്വർഗം, നരകം, ഹിദായത്ത്, അതുപോലെ തന്നെ സന്മാർഗം, ഇതൊക്കെ നിങ്ങൾ ചോദിക്കണില്ലേ? ഇല്ലല്ല എന്ന് പറയാൻ പറ്റുമോ? വ്യക്തമായി തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ നമസ്കാര ശേഷം കൈയുയർത്തി റബ്ബിനോട് ചോദിക്കുമ്പോൾ, ഉസ്താദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പോലും ആമീൻ ആമീൻ എന്ന് പറയുന്ന അതേ ആമീൻ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ മുസ്ലിയാക്കന്മാര് പ്രാർത്ഥിക്കുമ്പോൾ സമുദായം ആമീൻ ചൊല്ലുകയാണ്. അവർക്ക് നിഷേധിക്കാൻ പറ്റൂല. ഇങ്ങനെ പച്ചയായ ഒരു തെളിവ് സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഒരു എഴുത്തുകാരനോ ഒരു പണ്ഡിതനോ അങ്ങനെ ദുആ ചെയ്തതായി ഒരു അരക്കഷ്ണം തെളിവ് ഇവിടെ ഉദ്ധരിച്ചാൽ ഈ നാവ് കുറ്റിയടക്കം മുറിച്ചിട്ട് ഇവിടെ ഇട്ട് ഇവിടെ അങ്ങോട്ട് പോവും. പിന്നെ പ്രസംഗം നിർത്തുമ്പോൾ പ്രസംഗ പീഠത്തിൽ പിന്നെ കയറൂല. എന്തു നുണയാണ് ഈ പറയണത്? ഒരാശയം വ്യക്തമാകുന്ന ഒരു ലേഖനം പെടണ്ടോ? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന ലേഖനം ഇല്ല. അപ്പൊ പച്ചയായ നുണ പറഞ്ഞ് ആടിനെ പട്ടിയായി ചിത്രീകരിച്ച് പേപ്പട്ടിയാക്കി തച്ചുകൊല്ലുന്ന സംസ്കാരം, അത് ചില ഭൗതിക താല്പര്യങ്ങൾ നിലനിർത്താനുള്ള ചില ആളുകളുടെ തന്ത്രമാണെന്ന് തിരിച്ചറിയുകയും നമ്മൾ തൗഹീദിന്റെ വൃത്തത്തിൽ നിന്ന് ഒരിഞ്ചു പോലും വ്യതിചലിച്ചിട്ടില്ല. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അന്ത്യപ്രവാചകൻ നമുക്ക് നൽകിയ തൗഹീദ് അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ വന്നതാണ്. അന്നോളം വന്ന തൗഹീദിൽ നമുക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ നിലപാട് നമ്മൾ ഒരിക്കലും തന്നെ മാറ്റേണ്ടിയും നമുക്ക് വന്നിട്ടില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി, എട്ടാമത്തെ ഖബർ പൂജ നിങ്ങളൊന്ന് കണ്ടോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് ജീവിതത്തില് ദുആ ചെയ്യേണ്ടത് റബ്ബിനോടാണെന്ന് പഠിപ്പിച്ചു. ഖുർആനും നമുക്ക് പറഞ്ഞു തന്നു. എന്ത്? അല്ലാഹുവിന് പുറമെ അന്ത്യനാൾ വരെ നിങ്ങൾക്ക് ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഖുർആനിൽ തെളിവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ദുആ ചെയ്യേണ്ടത് റബ്ബിനോടാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത
എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിൽ ശിമാലി കഈദ്. മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത്, ഹൃദയത്തിൽ തോന്നുന്നത് എല്ലാം കൃത്യമായി അറിയുന്ന, കണ്ടനാടിയേക്കാൾ അടുത്തു നിൽക്കുന്ന പടച്ചു തമ്പുരാൻ ലാ തഖുദുഹു സിനത്തും വലാനോ, ഉറക്കമില്ലാത്തവനാണ്, മയക്കമില്ലാത്തവനാണ്. ആ നാഥനെ വിട്ടുകൊണ്ട്, അവനിൽ ഭരമേൽപ്പിക്കുന്നത് വിട്ടുകൊണ്ട്, അവനിൽ തവക്കുലേൽപ്പിക്കുന്നത് വിട്ടുകൊണ്ട്, അവനെ മാത്രം വിളിച്ചു സത്യം ചെയ്യുന്നതിന് പകരം, അവന്റെ പുണ്യം പ്രതീക്ഷിച്ച് മൃഗത്തെ അറുക്കുന്നതിന് പകരം, സഹോദരങ്ങളെ കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളുടെ മുമ്പിൽ പോയി അവിടെ പൂവിട്ട് അവിടെ സുജൂദ് ചെയ്ത് അവരുടെ സങ്കടങ്ങൾ പറയുന്ന ഖേദകരമായ അവസ്ഥയല്ലേ ഈ സമുദായത്തിൽ നമ്മൾ കാണുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ആ പരിഷ്കർത്താവുണ്ടല്ലോ, ദീനുൽ ഇസ്ലാമിന് കൃത്യമായി ബഗ്ദാദിന്റെ മണ്ണില് പുനർജീവിപ്പിച്ച ആ മഹാവ്യക്തിത്വമുണ്ടല്ലോ, അദ്ദേഹത്തെ നമ്മൾ നിന്ദിക്കുന്നില്ല. മഹാനവറുകൾ അല്ലാഹു തആല കൃത്യമായി ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിച്ച ഒരു വലിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മഹാനായ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഖുതുബിയ്യത്ത്, മുഹീദ്ദീമാല, അതുപോലെ ബഹജത്തുൽ അസ്റാർ, അവർ സ്വന്ന ബൈത്ത്, തഖ്മീല പോലെയുള്ള കള്ളക്കഥകളും കീറ കിതാബുകളുമല്ല. ഷെയ്ഖ് ജീലാനിയുടെ ആദർശം മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് മഹാനായ ഷെയ്ഖ് ജീലാനി ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് സലഫ് സ്വാലികൾ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ മഹാനാണ്. ആ മഹൽ വ്യക്തിത്വം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫതൂൽ ഗൈബ് എന്ന ഗ്രന്ഥത്തില്, വന്യത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തില് നമുക്ക് കാണാം. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണോ മുസ്ലിമേ നീ ലാ ഇലാഹ ഇല്ല ചൊല്ലുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹാണുള്ളത്? എന്താണ് ഇലാഹ്? അല്ലാഹനെ പോലെയുള്ള, അല്ലാഹ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. റബ്ബിനെ വിട്ടുകൊണ്ട് ആരിലേക്കൊക്കെ നീ അവലംബമാകുന്നുവോ, നിന്റെ വേദനകളും ആവലാദികളും നൊമ്പരങ്ങളും കട്ടപ്പാടുകളും നീ ആരിലേക്കൊക്കെ സമർപ്പിക്കുന്നുവോ, ഫഹുവ സനമുക, അത് നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് മോനെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ. ഖബറിൽ ചെന്ന് സഹോദരങ്ങളെ അല്ലാഹു തആലക്ക് പുറമെയുള്ള ആ പ്രാർത്ഥനകൾ അവിടെ നടത്തിയാൽ അത് യഥാർത്ഥത്തിൽ അല്ലാഹു തആലക്ക് പുറമെ നടത്തുന്ന ആ പ്രാർത്ഥന അത് ഒരു ഖബർ പൂജ എന്ന് പറയുന്നത് വിഗ്രഹാരാധന പോലെ തന്നെയാണ്. കാരണം ആ കല്ലും മണ്ണും മണലും സഹായിക്കുമെന്നല്ല, അതിന്റെ പിന്നിലെ മഹാൻ സഹായിക്കുമെന്നാണ് ഖബറാളിയോട് തേടുന്നവൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കല്ലിന്റെ മുമ്പിൽ പോകുന്ന, ഒരു പ്രതിഷ്ഠയുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു മനുഷ്യനും വിശ്വസിക്കുന്നത്. ആ കരിങ്കല്ല് കൊത്തിയുണ്ടാക്കിയത് തന്നെ കാണും കേൾക്കുമെന്നല്ല, അതിന്റെ പിന്നിലുള്ള ആ മഹർഷി അല്ലെങ്കിൽ ആ മഹാൻ അല്ലെങ്കിൽ